ഹലോ, ഞാൻ രാവിലെ ഒരു റെഡ് സോസ് പാസ്തയുടെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് സ്പൈസിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മോള് അത് കഴിച്ചില്ല, അത് തൊട്ട് നോക്കുന്നില്ല, സ്പൈസിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ എടുത്തിട്ട് ഞാൻ കുറച്ച് പണിപ്പുരയിലാണ്. ഞാൻ ഏറ്റവും ആദ്യം ബട്ടർ ഇട്ടു. ആ ബട്ടർ മെൽറ്റായപ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ഗാർലിക്ക് സോട്ട് ചെയ്യുവാണ്. ഗാർലിക്ക് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഗാർലിക്ക് നന്നായിട്ട് ബട്ടറായിട്ട് സോട്ടായെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ മൈദ ഇട്ടു. അപ്പം ആ മൈദ എന്ന് പറയുന്നത് മൈദയുടെ പച്ചമണം എല്ലാം മാറണം. അപ്പോൾ നന്നായിട്ടത് ബട്ടറിൽ കിടന്ന് നന്നായിട്ട് സോട്ടായെങ്കിൽ മാത്രമേ മൈദയുടെ പച്ചമണം മാറത്തുള്ളൂ. ആ പച്ചമണം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു റെസിപ്പിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് മൈദ ബട്ടറിൽ സോട്ട് ചെയ്യുവാണ്. അപ്പോൾ സോട്ട ഏകദേശം ഒന്നായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു. ആ പാലും കൂടെ മൈദ, ബട്ടർ, ഗാർലിക്ക് എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് കമ്പൈൻ ചെയ്യുവാണ്. അത് നല്ലതായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്തുവാണ്. ആ മൈദയുടെ കട്ടയൊക്കെ ഉടയ്ക്കുവാണ്. മൈദയുടെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് എല്ലാം ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് മൈദയുടെ കട്ട ഉടയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ടെക്സ്ചർ, നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ക്രീമി പരുവാകണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. എന്നാണേലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിരുന്നു. പക്ഷേ സ്പൈസി കൂടി പോയി എന്നും പറഞ്ഞ് അവളത് കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ടു. അതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡർ ഇട്ടു. നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പാലും മൈദയും ഗാർലിക്കും ബട്ടറും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത്, പിന്നെ മോസറല്ല ഒർഗാനോ വിട്ടിട്ടൊരു പരിപാടിയില്ല. പാസ്തയ്ക്ക് നമുക്ക് ഒർഗാനോ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. കാരണം അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഒർഗാനോ എന്നാണ്. അതിനുശേഷം എൻ്റെ ലെഫ്റ്റ് ഓവർ സ്പൈസി പാസ്ത, അതായത് ലെഫ്റ്റ് ഓവർ സ്പൈസി റെഡ് സോസ് പാസ്ത, ഇതായിരുന്നു എൻ്റെ മോളുടെ ശത്രു. അത് ഞാനിപ്പോൾ വൈറ്റ് സോസ് പാസ്തയിലേക്ക് വൈറ്റ് സോസിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു പിങ്ക് സോസ് പാസ്തയായി. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേനും എരിവുമില്ല, പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒന്നുമില്ല. കുട്ടികൾക്ക് പറ്റിയ ഇതെന്ന് പറഞ്ഞാൽ വൈറ്റ് സോസ് പാസ്തയും പിങ്ക് സോസ് പാസ്തയുമാണ്. കുറച്ച് കുട്ടികൾക്ക് റെഡ് സോസ് പാസ്ത അത്ര പറ്റില്ല, കാരണം അത് അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ എൻ്റെ രാവിലത്തെ റെഡ് സോസ് പാസ്ത കൺവേർട്ടായി പിങ്ക് സോസ് പാസ്ത ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവും പ്രശ്നങ്ങളും എല്ലാം മാറി ഭയങ്കര ടേസ്റ്റിയായി, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയിലോട്ട് ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കി, അതിൻ്റെ എരിവൊക്കെ മാറി നല്ല ക്രീമി ടേസ്റ്റി നല്ലൊരു കൺസിസ്റ്റൻസി ആയി. കാരണം ആ വൈറ്റ് സോസ് ഇതിനെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്തു. അപ്പോൾ ഇത് സാറയുടെ ഫേവറേറ്റാണ്. അപ്പം ഈ പാസ്ത എന്ന് പറയുന്നത് അൺഹെൽത്തി ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് വീറ്റ് പാസ്തയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയാണ്. താങ്ക് യു.